നമ്മൾ ഹംപിയിലെത്തിയിട്ടുണ്ട്. ഈ ഹംപി ട്രിപ്പ് ഒരിക്കലും ഒരു പ്ലാൻഡ് ട്രിപ്പല്ല. നമ്മൾ ഹംപി പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ആനന്ദം സിനിമ കണ്ടപ്പോഴാണ് ഹംപി എന്നൊരു ഡ്രീം മനസ്സിലിങ്ങനെ വന്നത്. ഏറെക്കുറെ മലയാളികൾക്കൊക്കെ ഈ ആനന്ദം സിനിമയായിരിക്കും ഹംപിയിലേക്ക് നമ്മളെ ആ ഒരു വഴി തുറന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കണ്ണൂർ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ തലശ്ശേരിയുള്ള അമ്മാവൻ്റെ വീട്ടിലാണ് നമ്മൾ ഒരു മാസത്തോളം സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്മായിയുടെ അനിയത്തിയുടെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു ശനിയും ഞായറും നമ്മുടെ ബക്രീദ് ഡേറ്റിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നാളെ അവരുടെ കല്യാണമാണ്. അപ്പോൾ ആ കല്യാണത്തിന് അവർ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഇങ്ങോട്ട് വരുമ്പം അവരുടെ കൂടെ ഒരു കമ്പനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓസിക്കൊരു ട്രിപ്പ് അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്നതാണ് നമ്മൾ. അതെ, അവരുടെ കൾച്ചറൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടെ കൂടുന്നു ചോദിച്ചു. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു അങ്ങനെ വരാം. അതാകുമ്പോൾ പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ ദൂരം ഇങ്ങോട്ട് ഹംപിയിലേക്ക്, ഒരു 3 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഹംപിയിലേക്ക് ഇറങ്ങി. 10 മണിയായല്ലേ എത്തിയപ്പോൾ? ഏകദേശം 10 മണിയായി. അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഹംപി കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഹംപിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും നമുക്കറിയുന്ന കുറച്ച് അറിവുകൾ കൂടി പറയാം. ഹംപി എന്ന് പറയുന്നത് വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു ഹംപി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പണി കഴിപ്പിച്ചിട്ടുള്ള വിരൂപാക്ഷ ടെമ്പിളാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. ഇനി നമ്മുടെ 50 രൂപ നോട്ടിലൊക്കെ കാണുന്ന ആ ഒരു രഥത്തിൻ്റെ അമ്പലം, അങ്ങനെ കുറച്ചധികം സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ നേരം പോയാൽ സമയം ചോദ്യമായിട്ട് നമുക്ക് കാണാം വേറെ. അപ്പോൾ നമ്മൾ ഇനി എത്ര കൊടുക്കണ്ടെന്ന് പറയണം ഒന്നിന്. ഹംപി ഈസ് നോൺ ആസ് എക്സ്പ്ലോറേഴ്സ് പാരഡൈസ്. നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ചുറ്റി നടന്ന് കാണാനുണ്ട്. ഇനി നമുക്ക് ചുറ്റി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് അവിടെ ഓട്ടോ ചേട്ടന്മാരുണ്ട്. ആ ഓട്ടോ ചേട്ടന്മാർക്ക് ഒരു നിശ്ചിത പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹംപിയിലെ എല്ലാ സ്ഥലങ്ങളും ഒരു മാപ്പൊക്കെ വെച്ചിട്ട് അവർ നമുക്ക് കാണിച്ചു തരും. നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞ കുറച്ച് സ്ഥലങ്ങൾ മാത്രം കാണാൻ വേണ്ടിയിട്ട് ആ ഓട്ടോ ചേട്ടൻ നമ്മൾ കൂടി പോവുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് വിജയവിറ്റ ടെമ്പിളിലേക്കാണ്. അവിടെയാണ് നമ്മൾ 50 രൂപ നോട്ടിലൊക്കെ കാണുന്ന സ്റ്റോൺ ചാരിയോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹനുമാന്റെ ജന്മസ്ഥലമാണ് അഞ്ജനാദ്രി. വിജയവിറ്റല ടെമ്പിളിലേക്ക് നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് ദൂരം നടന്നിട്ട് വേണം പോകാൻ. നമുക്ക് അവിടേക്ക് വണ്ടി സൗകര്യമുണ്ട്. ഇവിടുന്ന് നോക്കി കാണാവുന്നതാണ് അഞ്ജനാദ്രി ഹിൽസ്, ഹനുമാൻ്റെ ജന്മസ്ഥലം. നമ്മളീ കാണുന്ന ഹംപി എല്ലാം സ്ഥിതി ചെയ്യുന്നത് വിജയനഗര എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. പക്ഷേ ആ ഒരു അഞ്ജനാദ്രി ഹില്ല് കൊപ്പാൽ ഡിസ്ട്രിക്റ്റിലാണ്, കുറച്ച് ദൂരെയാണ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് അടുത്തുപോലെ തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയുടെ ഫേമസ് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസായ ഹംപി വിജയവിട്ടല ടെമ്പിളിലാണ്. അപ്പോൾ 15th സെഞ്ച്വറിയിൽ വിജയദേവരായ അവർ ഉണ്ടാക്കിയ ആ സമയത്ത് ഉണ്ടായിരുന്ന അമ്പലമാണ്. പിന്നെ ഈ സ്ഥലത്തിന് ഒരു ഇമ്പോർട്ടൻസ് വെച്ചാൽ നമ്മളെ ഹനുമാൻ്റെ ജന്മസ്ഥലമായ അഞ്ജനാദ്രി ഹിൽസ്. അഞ്ജന ഹനുമാനിൻ്റെ മദർ, അമ്മേൻ്റെ പേരാണ് അഞ്ജന. സോ അഞ്ജനാദ്രി ഹിൽസാണ് നമ്മൾ ഇവിടുന്ന് കാണാൻ പറ്റും. വിജയവിറ്റല ടെമ്പിൾ ഈസ് ഓൾസോ ഫേമസ് ഫോർ മ്യൂസിക്കൽ പില്ലേഴ്സ്. ഈ കാണുന്ന തൂണുകൾക്ക് സംഗീതം പുറപ്പെടുവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ അടച്ചിട്ടാണുള്ളത്, പഴക്കമുള്ള ബിൽഡിങ്ങുകളാണല്ലോ. പക്ഷേ അതിനടുത്ത് ഓരോ QR കോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഓരോ പില്ലറുകളും ഏത് തരം സൗണ്ടാണ് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് കേൾക്കാൻ പറ്റും. ಎಲಿಫೆಂಟ್ ಓಕೆ ನಾವು ಈ ಕಡೆ ಕ್ಲೋಸ್ ಮಾಡಿದ್ರೆ ಆಮೇಲೆ ಹಸು ಕೌ നമ്മളിപ്പോൾ 2 ശിലകൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ അടിച്ചു വെച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് ആന.
അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ക്ലോസ് ആക്കിയാൽ ഇവിടെ നമുക്ക് കാണാം പശുവിനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഹംപി ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, ഒരു മാജിക്കൽ പാരഡൈസാണ്. ഒരുപാട് ദിവസങ്ങൾ ഇവിടെ വന്ന് താമസിച്ച് നടന്ന് കാണാനുള്ള ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് സമയപരിധി മൂലം അതിന് സാധിച്ചിട്ടില്ല. കാണാത്ത കാഴ്ചകൾ കാണാനായിട്ട് ഇനി ഒരിക്കൽ കൂടി ഇവിടെ എത്തണം എന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് ഇവിടുത്തെ രാജാവും റാണിയൊക്കെ കുളിച്ചിരുന്ന ക്വീൻസ് ബാത്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇസ്ലാമിക് സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ആ വിഷ്വൽ എടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കിയാൽ മതിയാവും. ഓക്കെ, നമുക്ക് ആ ക്വീൻസ് ബാത്തിൻ്റെ വിഷ്വൽസ് കാണാം. നമ്മുടെ ആനന്ദം സിനിമയിൽ പറയുന്ന പോലെ ഇത്ര വലിയ കുളിമുറി ഉണ്ടെങ്കിൽ ഏത് കുളിക്കാത്തവനും ഒരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ കുളിച്ചിട്ടുണ്ടാവും. അത്രത്തോളം പ്രൗഢഗംഭീരമായിട്ടുള്ള കൊത്തുപണികളാണ് ആ ഒരു ക്യൂൻസ് ബാത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ രാജകീയമായ കുളിമുറിയിൽ കുളിക്കുന്ന ഒരു സീനൊന്ന് ആലോചിച്ച് നോക്കി, അടിപൊളിയായിരിക്കില്ലേ? അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴിയാണ് ഞങ്ങളൊരു കാഴ്ച കണ്ടത്. പണ്ട് കാലത്ത് ഇവിടെയൊക്കെ പണി നടക്കുന്ന സമയമായിരിക്കാം, അന്നത്തെ പണിക്കാർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ്. അന്നത്തെ കാലത്ത് ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്ന ഡൈനിങ് ടേബിളാണിത്. ഞാനിപ്പോൾ ഈ നടക്കുന്ന ആ ഒരു വഴി കൂടെ നടന്നിട്ടാണ് ഓരോരുത്തർക്കും ഭക്ഷണം വേണ്ടത് ഇങ്ങനെ വിളമ്പി കൊടുക്കുക. ഈ കാണുന്ന കുഴികളിലായിരിക്കും വന്നാൽ ഒരു ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ടാവുക. സൈഡിലുള്ള കുഴികൾ അതിൻ്റെ കറികളൊക്കെ വിളമ്പാനായിരിക്കും. എന്താല്ലേ? നമ്മളുടെ നാട്ടിലത്തെ ഒരു സ്പെഷ്യലാണ് ആൾക്കാരെ നിറച്ച് കയറ്റി വണ്ടി കൊണ്ടു. ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഹംപിയുടെ ഒരു മനോഹാരിത കുറച്ച് സമയത്തിനുള്ളിൽ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് പറ്റി. തിരിച്ച് ദാവനഗരയിലേക്ക് കല്യാണം കൂടാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് കൂടെ പോസ്റ്റ് ചെയ്യണം.